പാർട്ടി CPM പോലുള്ള പാർട്ടി, CPI പോലുള്ള പാർട്ടികൾ നിൽക്കുന്നത് വർഗ ബഹുജന സംഘടനകളുടെ കരുത്തിലാണ്. അത് പ്രത്യേകിച്ച് CPM ബാലസംഘം, കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ബാലസംഘം, അത് കഴിഞ്ഞ് കുറച്ച് വെള്ള കൊടിയാണ് കേട്ടോ, മനസ്സിലാക്കണം, വെള്ളക്കൊടിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ SFI, അപ്പോഴും വെള്ളക്കൊടിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ DYFI, അപ്പോഴും വെള്ളക്കൊടിയാണ്. പിന്നെ അത് ചുവക്കുന്ന, രക്തത്തിൽ ചോപ്പിക്കുമ്പോൾ പിന്നെ വേറെ കൊടിയാവും, അടുത്ത കൊടിയായി മാറും. അപ്പോൾ അതുവരെ ഇവർക്ക് സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലാണ് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ SFI ഒരുപാട് സ്ഥലങ്ങളിൽ SFI ഉണ്ട്. SFI ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ പിന്നെ എന്താണ് വലിയ പിന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന, സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമരങ്ങൾക്ക്, മറ്റു കാര്യങ്ങൾക്കൊക്കെ വലിയ ഊർജവും കൊടുക്കുന്ന പലപ്പോഴും SFI ആണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുകയും കോൺഗ്രസ് ഭരിക്കുകയും ചെയ്തപ്പോൾ, UDF ഭരിക്കുകയും ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് എന്തുമാത്രം സമരങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ സമരങ്ങൾക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ ഊർജ്ജവും ആർജ്ജവും എല്ലാം കൊടുക്കുന്നത് SFI ആണ്. അതിന് പകരമായിട്ട് പാർട്ടിയും CITയും ഒക്കെ SFIയെ സഹായിക്കും. ഇങ്ങനെ ഒരു വലിയ ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കണ്ടതുപോലുള്ള പാർട്ടിക്കാർ തമ്മിൽ അടിക്കുകയും ഗ്രൂപ്പ് പ്രവർത്തനവും തമ്മിൽ പോര്, വെളിയിൽ നിന്ന് ആരും വന്ന് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കേണ്ട, ഞങ്ങൾ തമ്മിലടിച്ച് തീർന്നോളാം. അവിടെ കണ്ണൂരിലാണെങ്കിൽ ഒരു ധൻരാജ് എന്ന് പറയുന്ന ഒരാളിൻ്റെ, ഒരു ചെറുപ്പക്കാരൻ്റെ രക്തസാക്ഷിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഫണ്ട് പിരിവാണ് തർക്കമെങ്കിൽ, പാർട്ടിക്കാർ തമ്മിൽ അടിയെങ്കിൽ, തിരുവനന്തപുരം വഞ്ചിയൂരിലെ വിഷ്ണുവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മരിച്ചതിൻ്റെ, ഒരു രക്തസാക്ഷിയായതിൻ്റെ ഫണ്ട് പിരിവിലാണ് തിരുവനന്തപുരത്ത് അടിയെങ്കിൽ, ഇപ്പോൾ ചാക്ക IT എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് എയർപോർട്ടിനടുത്തുള്ള ചാക്ക ITയിൽ പ്രാദേശിക CPM നേതാക്കളും SFI നേതാക്കളും തമ്മിൽ വലിയ തർക്കമാണ്. SFI നേതാക്കളുടെ ഏതോ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. വലിയ തർക്കമാണ്. യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിൽ SFIയെ പിരിച്ചുവിട്ടു. അവിടെ വലിയ പ്രശ്നങ്ങളായി യൂണിറ്റ് പിരിച്ചുവിട്ടു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതിനകത്ത്? പാർട്ടി പറഞ്ഞാൽ കേൾക്കാത്ത വിദ്യാർത്ഥി സംഘടനകൾക്ക് തോന്നുന്ന ചെയ്യും. പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. പാർട്ടിക്ക് തോന്നുന്ന പാർട്ടി ചെയ്യും. എന്ത് സംഘടനാ സംവിധാനമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു വലിയ പ്രസ്ഥാനത്തെയും തകരുന്നത് വെളിയിൽ നിന്ന് വന്നവർക്ക് തകർക്കുക, അതിനെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ കത്തിച്ച് കളയുക, അങ്ങനെ വേറെ തരത്തിൽ തകർക്കുക, സമ്പൂർണ്ണമായ നാശം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ആഭ്യന്തര കലാപം ഉണ്ടാക്കി മാറ്റണമെങ്കിൽ അത് അകത്തുനിന്ന് തന്നെ തുടങ്ങണം. എല്ലാ പ്രസ്ഥാനങ്ങളുടെയും അപജീവം എന്ന് പറഞ്ഞത് അങ്ങനെ അകത്തുനിന്ന് തുടങ്ങിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി, CPM CPI ആയത്. പിന്നെ പല പാർട്ടികളുണ്ടായത്. കോൺഗ്രസ് 40 പാർട്ടി ഉണ്ടായി, കേരള കോൺഗ്രസ് 10-20 പാർട്ടി. ഇങ്ങനെ അകത്ത് നിന്നുള്ള ആഭ്യന്തര കലാപത്തിലൂടെയാണ്, ആഭ്യന്തരമായ ഗ്രൂപ്പ് പോരിലും തമ്മിലടിയും വർഗ ബഹുജന സംഘടനകൾ തമ്മിലുള്ള സംഘർഷവും സംഘട്ടനവും കൂട്ടത്തിലാണ് പാർട്ടിക്ക് പലപ്പോഴും അവമതിപ്പ് സമൂഹത്തിൽ ഉണ്ടാകുകയും ജനങ്ങൾ വേറെ വഴിക്ക്, അവരുടെ വഴിക്ക് പോവുകയും ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു, ബംഗാളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ത്രിപുരയിലും ഇതൊക്കെ തന്നെ സംഭവിച്ചു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇതൊക്കെ തന്നെ സംഭവിച്ചു. SFIയും DYFIയും തമ്മിൽ തല്ല്, SFIയും CPMും തമ്മിൽ തല്ല്, DYFIയും CPMും തമ്മിൽ തല്ല്. യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഒരു പാർട്ടിക്കകത്ത് തന്നെ നിന്നുകൊണ്ടുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ, ഇതുപോലത്തെ പ്രവർത്തനങ്ങളിൽ, കോളേജ് പ്രവർത്തനങ്ങളിൽ തമ്മിലടിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നതാണ് ചാക്ക ITയിൽ SFIയും CPMും തമ്മിൽ തെരുവിൽ സംഘർഷവും. അവർ പരസ്പരം പറയുന്ന വാക്കുകൾ ഒരു ചാനലിലൂടെ കാണാൻ ശ്രമിച്ചപ്പോൾ ചാനൽ ഇതെന്താ മൂട്ടിയതാണ് പറയുന്നത്. കാരണം അത്രയും പച്ചയ്ക്കുള്ള തെറികളൊക്കെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിക്കാമെന്നറിയില്ല. ഈ കാലഘട്ടത്തിൻ്റെ കലികാല വൈഭവത്തിൽ എന്തെല്ലാം കാണണം, അതുകൊണ്ട് അതിനെ ഉൾച്ചേർക്കുന്ന രീതിയിൽ ഇപ്പോഴിതാ ഒരു പാർട്ടിക്കകത്തുള്ള തന്നെ വിദ്യാർത്ഥി സംഘടനയും അവരുടെ മുതിർന്ന സംഘടനയും തമ്മിൽ തെരുവിൽ പോരാട്ടമാണ്.